പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 46 സങ്കീർത്തനം 4 വാക്യം. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നഗരത്തെ സന്തോഷിപ്പിക്കുന്ന നദി. ആ നദി ഹല്ലേലൂയ ഒഴുകുന്ന സ്ഥലത്ത്, കടന്നു ചെല്ലുന്ന സ്ഥലത്ത് സന്തോഷം പകരും. സങ്കീർത്തനക്കാരൻ ജീവിതത്തിൻ്റെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. പർവ്വതങ്ങൾ കുലുങ്ങിയാലും സമുദ്രമധ്യേ അത് ഇരച്ച് കലങ്ങിയാലും ഹല്ലേലൂയ, അതിൻ്റെ വെള്ളം ഹല്ലേലൂയ ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം വർദ്ധിച്ചാലും ഒന്നും ഞാൻ ഭയപ്പെടത്തില്ല. എല്ലാ പ്രതിസന്ധിയിലും എല്ലാ പ്രതികൂലത്തിലും നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു നദിയുണ്ട്. യേശു കർത്താവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നദിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ യേശു കർത്താവ് പ്രസംഗിച്ചത്. യേശു കർത്താവ് തൻ്റെ ജനത്തോട് പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നദി എവിടെ ഒഴുകുന്നു അവിടെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും സന്തോഷം പകരും, മനുഷ്യർക്ക് ധൈര്യം പകരും. ആ ഒരു കോൺഫിഡൻസ് പരിശുദ്ധാത്മാവാണ് തരുന്നത്. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ പരിശുദ്ധാത്മ നദി നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ജീവിതത്തെ ഭയപ്പെടുത്താൻ, ജീവിതത്തെ തകർക്കാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. ഏത് സാഹചര്യത്തിലും സന്തോഷം പകരുവാൻ, ആശ്വാസം പകരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധ്യമത്രേ. ഹല്ലേലൂയ. ഒന്നാമത്തെ ഉദ്ദേശം ഇത് സന്തോഷം പകരുകയാണ്. 2, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നദി ഒഴുകുന്ന സ്ഥലത്ത് ജീവൻ വ്യാപരിക്കും. അത് തോട്ടത്തെ നനയ്ക്കാൻ ഒഴുകിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഏദനിൽ ഒഴുകിയ നദികൾ തോട്ടത്തെ നനയ്ക്കുന്ന നദിയത്രേ. തോട്ടം നനഞ്ഞാൽ മാത്രമേ തോട്ടത്തിൽ ജീവൻ വ്യാപരിക്കത്തുള്ളൂ. തോട്ടത്തിൽ ഹല്ലേലൂയ ആ ചെടികൾ വളരത്തുള്ളൂ, തോട്ടം ഫലം കായ്ക്കത്തുള്ളൂ. ഇന്ന് രാവിലെ സമയത്തും നമ്മെ ജീവിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ജീവൻ പകരുന്നതത്രേ. പരിശുദ്ധാത്മ ശക്തിയാലാണ് ജീവൻ ഉണ്ടായിത്തീരുന്നത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ പരിശുദ്ധാത്മ ശക്തിയിലാണ് വ്യാപരിക്കുന്നത്. പരിശുദ്ധാത്മ ശക്തി വരുമ്പോൾ ഇല്ലാത്ത ചിലത് ഉണ്ടായി വരും. ഇന്ന് രാവിലെ സമയത്തും ജീവൻ കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒഴുകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ മരിച്ച അവസ്ഥകളുടെ നടുവിൽ, ഉണങ്ങിയ അസ്ഥികളുടെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ അവിടെ ജീവൻ വ്യാപരിക്കും. തോട്ടം നനയ്ക്കാൻ, തോട്ടത്തിൽ ജീവൻ ഉണ്ടാകുവാൻ നദി ഒഴുകി. 1, ഇത് തോട്ടത്തെ നനയ്ക്കുന്ന നദി. 2, ഇത് സന്തോഷം പകരുന്ന നദി. 3, ഹല്ലേലൂയ ഈ നദി ഒഴുകിയാൽ മാത്രമേ അവിടെ ഫലം കായ്ക്കത്തുള്ളൂ. ഹല്ലേലൂയ പുഷ്ടിയുള്ളതാകത്തുള്ളൂ, ജീവൻ വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 47 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നദിയെക്കുറിച്ച് നാം വായിക്കുന്നു. ഈ നദി ഹല്ലേലൂയ കടന്നു ചെല്ലുന്ന സ്ഥലത്ത് അധിക ഫലം കായ്ക്കും, അധികമായി ഫലമുണ്ടാകും, അധികമായി മീനുണ്ടാകും, അധികമായി ജീവനുണ്ടാകും. അത് പുഷ്ടിയുള്ളതായിത്തീരും. പലപ്പോഴും ജീവിതത്തിൽ ഫലം കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം വേണ്ടുന്ന അത്ര വെള്ളം കിട്ടാത്തതത്രേ. വെള്ളം എവിടെ വരുന്നു ആ വെള്ളമുള്ള സ്ഥലത്ത് അധിക ഫലം കായ്ക്കും. പ്രിയരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയും അതാ, നാം അധിക ഫലം കായ്ക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായത്തിൽ കർത്താവാകുന്ന ഹല്ലേലൂയ ആ നദി ഒഴുകിച്ചെല്ലുന്ന സ്ഥാനത്ത്, കർത്താവിൻ്റെ വചനമുള്ള സ്ഥാനത്ത്, കർത്താവിൻ്റെ ആത്മാവുള്ള സ്ഥാനത്ത് വേദപുസ്തകം പറയുന്നു, അവിടെ അധിക ഫലം കായ്ക്കും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും ചോദിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അധിക ഫലം കായ്ക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ നാമത്തെ മഹത്വപ്പെടും. ദൈവത്തിൻ്റെ പദ്ധതി നാം ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം എന്നതത്രേ. നമ്മിലൂടെ ഫലം ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മെ അങ്ങനെ ബലപ്പെടുത്തുമാറാകട്ടെ. ഫലമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. എസെക്കിയേൽ പ്രവചനം 47 അധ്യായം വായിക്കുന്ന പ്രകാരം ഈ നദി ചെല്ലുന്നിടത്തൊക്കെ വളരെ മത്സ്യമുണ്ടാകും, വളരെ ഫലമുണ്ടാകും. ഹല്ലേലൂയ. 1, തോട്ടം നനയ്ക്കാൻ, 2, സന്തോഷിപ്പിക്കാൻ, 3, ഫലമുള്ളതാക്കി തീർക്കാൻ. 4-മതായി ഹല്ലേലൂയ ഇത് വീണ്ടും വായിക്കുന്നു. സങ്കീർത്തനം 1-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു, ഇല വാടാത്ത വൃക്ഷം.
ഇല വാടാത്ത വൃക്ഷം. ഉഷ്ണം തട്ടിയാൽ, ചൂട് തട്ടിയാൽ, വെയിലുദിച്ചാൽ, അല്ലെങ്കിൽ ആഴത്തിൽ വേരുള്ള നദിയിൽ നിന്ന് വെള്ളം വലിച്ചു കുടിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഇല വാടിപ്പോകത്തില്ല, ഇല ഉണങ്ങിപ്പോകത്തില്ല. പ്രിയരെ, ജീവിതത്തിൻ്റെ ശോധനകളിൽ, ജീവിതത്തിൻ്റെ പോരാട്ടത്തിൽ തളർന്നു പോകാതെ ഇരിക്കണോ? പരിശുദ്ധാത്മാവാകുന്ന നദി നമ്മിലേക്ക് ഒഴുകണം. നമുക്ക് ബലം തരുന്നത് പരിശുദ്ധാത്മാവാ. 46 സങ്കീർത്തനത്തിലും നാം വായിച്ചത് അതാ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാൽ, പർവ്വതങ്ങൾ കുലുങ്ങിയാൽ, സമുദ്രത്തിൻ്റെ വെള്ളം ഇരച്ചു കലങ്ങിയാൽ, കോപം വർദ്ധിച്ചാൽ, ഹല്ലേലൂയ, ഇതിൻ്റെ നടുവിലൊന്നും ഒരു ഭക്തൻ കുലുങ്ങിപ്പോകത്തില്ല, ഒരു ഭക്തൻ തകർന്നു പോകത്തില്ല. എന്താ കാര്യം? ഈ ഭക്തൻ്റെ വേര് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലാണ് ഉറച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഇല വാടിപ്പോകത്തില്ല, പോരാട്ടത്തിൽ തളരത്തില്ല, പോർക്കളത്തിൽ വാടിപ്പോകത്തില്ല, പിന്നോട്ട് ഓടേണ്ട ആവശ്യമില്ല. എല്ലാ കാലത്തും ബലത്തോടെ നിൽക്കാൻ അല്ലെങ്കിൽ ഒരു പോർക്കളത്തിൽ പോരാടുന്ന അല്ലെങ്കിൽ ആയുധധാരിയായ സർവായുധ വർഗം ധരിച്ച ഒരു പോരാളിയെപ്പോലെ, ഒരു ഭടനെപ്പോലെ പോരാടി ജയിപ്പാൻ ദൈവം ബലം കൊടുക്കും, ദൈവം ശക്തി കൊടുക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൻ്റെ നദിയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ നദി ജീവൻ പകരുന്ന നദിയാണ്. 2, ഈ നദി സന്തോഷം പകരുന്നതാ. 3, ഈ നദി പുഷ്ടി തരുന്നതാ. 4, ഈ നദി ഹല്ലേലൂയ നാം തളർന്നു പോകാതെ, വാടിപ്പോകാതെ പോരാടുവാൻ ബലം തരുന്നതാ. കർത്താവിൻ്റെ നദി നമ്മെ ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.